Hello guys, ഇന്ന് നമ്മൾ ക്യുവറ്റിന്റെ എക്സാം പാറ്റേണിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ക്യുവറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. ആൻഡ് അതേപോലെ നമുക്ക് നമ്മുടെ എക്സാമിനെ 3 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് സെക്ഷനാണ്. 33 ലാംഗ്വേജസ് ആണ് നമുക്ക് അതിനകത്ത് നിന്ന് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ചില യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് എക്സാം ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനി ലാംഗ്വേജസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ലാംഗ്വേജ് എക്സാമിൽ നിങ്ങൾക്ക് 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് ഓരോ ലാംഗ്വേജിൽ നിന്നും 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിനകത്ത് നിന്ന് 40 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് 45 മിനിറ്റ് ആയിരിക്കും. അതായത് ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജ് എക്സാമിന് നിങ്ങൾക്ക് 45 മിനിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ സെക്ഷനാണ്. അതായത് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ കോഴ്സ് അനുസരിച്ചാണ് നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യേണ്ടത്. ഡൊമൈൻ സബ്ജക്ട്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ AN സാറ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് ആ ഓരോ ഡൊമൈൻ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിനകത്ത് നിന്ന് നിങ്ങൾ 40 ചോദ്യങ്ങളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ചില സബ്ജക്റ്റുകളിൽ ഒരു 21ഓളം സബ്ജക്റ്റുകളിൽ നമുക്ക് 45 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് ഒരു 6 സബ്ജക്റ്റുകൾക്ക് നമുക്ക് 60 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരിക. അപ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് 60 മിനിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ സിലബസ് നമ്മുടെ +2 സിലബസ് ആണ്. അതായത് നമ്മുടെ +2 മാത്രം, +2 NCERT ആണ് നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ സെക്ഷനാണ് ജനറൽ ടെസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മെൻ്റൽ എബിലിറ്റി അതേപോലെ തന്നെ ജനറൽ നോളജ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ഒരു എക്സാമിന് 60 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിൽ നിങ്ങൾ 50 ചോദ്യങ്ങളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ലാംഗ്വേജും അതേപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.